ഈ ഡെസ്കിൽ വെക്കാൻ പറ്റുന്ന ടി വി ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ടി വി മാത്രമല്ല, ഒരു ടിഷ്യൂ ബോക്സും കൂടെയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എൻ്റെ കയ്യിലൊരു ടിഷ്യൂ എടുത്തതിന് ശേഷം അതിൻ്റെ മാർക്കിംഗ് ഒക്കെ ഞാൻ കാർഡ്ബോർഡിൽ ചെയ്തു. എന്നിട്ട് അതെല്ലാം കട്ട് ചെയ്തെടുത്തു. എല്ലാ പീസസും ഇങ്ങനെ കട്ട് ചെയ്ത്, ഇതാണ് മെഷർമെൻറ്റ്സ്. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് പേപ്പർ, വൈറ്റ് A4 ഷീറ്റ് എടുത്തതിന് ശേഷം കവർ ചെയ്തെടുത്തു. എക്സെപ്റ്റ് മേലത്തെ കാർഡ്ബോർഡ്, അത് ഞാൻ വേറെ കളർ വെച്ചിട്ടാണ് കവർ ചെയ്തത്. പർപ്പിൾ കളറാണ് ഞാൻ എടുത്തത്. പിങ്ക് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എസ്തെറ്റിക് ആയിരുന്നു, പക്ഷേ പിങ്ക് ഇല്ലായിരുന്നു. അപ്പോൾ പർപ്പിൾ കളർ വെച്ചിട്ട് മേലത്തെ കാർഡ്ബോർഡ് കവർ ചെയ്തെടുത്തു. മേലത്തെ കാർഡ്ബോർഡിന് ഹോളും കൂടെ വേണം ടിഷ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിഷ്യൂവിൻ്റെ അളവെടുത്തിട്ട് അതിനനുസരിച്ചൊരു ഹോളും കൂടെ ഞാൻ അതിൽ വെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പീസും സെറ്റായതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒട്ടിച്ചെടുക്കാം. ഹോട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് എല്ലാ പീസും ഒട്ടിച്ച് ബോക്സ് പോലെ ആക്കി നമുക്കിതിൻ്റെ അകത്ത് ടിഷ്യൂ വെച്ച് നോക്കാം. ടിഷ്യൂ വെച്ച് മേലത്തെ ആ അടപ്പും കൂടെ വെച്ചപ്പോഴാണ് മനസ്സിലായത് അത് ചെറുതായിപ്പോയി, അത് ഉള്ളിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതിനെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് രണ്ട് വശത്തും ഒരു പാലം പോലെ കാർഡ്ബോർഡ് വെച്ച് കൊടുത്തു. ഇപ്പോൾ സെറ്റായി. ഇനി നമുക്ക് ടി വിൻ്റെ പണി നോക്കാം. അതിന് വേണ്ടി ഇതുപോലൊരു കാർഡ്ബോർഡ് തന്നെ എടുത്തതിന് ശേഷം എൻ്റെ ഫോണിൻ്റെ മാർക്കിംഗ് ഞാൻ അതിൽ കൊടുത്തു. ഒരു 1/2 സെൻറ്റിമീറ്റർ ഉള്ളിലേക്കാക്കി മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഫോണിൻ്റെ എഡ്ജസ് ഒന്നും അങ്ങനെ കാണില്ല. എൻ്റെ ഫോണിൻ്റെ കേസൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ 0.2 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ പീസ് നമുക്ക് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കവർ ചെയ്ത് കട്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്കിത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഫോൺ കയറാനൊരു ചെറിയ ഗ്യാപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലെ 4 സ്ട്രിപ്സ് ഓഫ് കാർഡ്ബോർഡ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. താഴെ അതുപോലെ 4 പീസ് തന്നെ വെച്ച് ഒട്ടിച്ചു. അതിന് ശേഷം നമ്മുടെ ഫ്രെയിം അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് വർക്ക് ചെയ്യൂലെങ്കിലും ഷോക്ക് വേണ്ടിയിട്ട് 3 സ്വിച്ചും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്ത് ഒട്ടിച്ചത്. ഇനി അതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വൈറ്റും പർപ്പിളും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് വയലറ്റ് കളറ് ആക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.